ഹലോ ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കഴിച്ചിട്ട് പോകാം. ഗ്രീൻ പീസ് അവിടെ ചപ്പാത്തി. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിതാ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ ഡ്രസ്സ് എന്ന് പറയുന്നത്. മീന് പുറത്തിറങ്ങി മീനുടെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാമേ. അപ്പം അങ്ങനെ നമ്മൾ ഹോട്ടൽ റിവർ വ്യൂ നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ. നമ്മൾ നേരെ നമ്മളൊന്ന് പുറത്തിറങ്ങി ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിട്ട് മീനൂട്ടി ഞാനും ബാവച്ചിയും കൂടെയൊക്കെ അങ്ങ് ഇറങ്ങി. അല്ലേ ബാവച്ചി, മീനൂട്ടി? അത് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോയത്? അവിടുത്തെ ആ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്നറിയാമോ ബാവച്ചി? ജാതിക്കായ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെ മൊത്തത്തിൽ അത് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ലത്. അങ്ങനെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ എല്ലാവരുടെ ആയിട്ടുമൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാസർഗോഡ് കാദർഫായി കണക്ക് നമ്മുടെ ഒരു അളിയൻ നടന്നു വരുന്നുണ്ടോ. പിന്നെ നമ്മൾ നേരെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പെൺകുട്ടിയെ, നമ്മുടെ ചിന്നുകുട്ടീനെ കൊണ്ടുപോകാനുള്ള കാറ് വന്നു കേട്ടോ. അപ്പോൾ ആ കാറ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. അവർ റെഡിയായി തന്നെ വണ്ടിയെല്ലാം നല്ല ഒരുക്കി റെഡിയാക്കി തന്നെ കൊണ്ടുവന്നു. അവിടെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ അതിന് ഇതായി എന്ന് പറഞ്ഞാൽ അവർ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണമല്ലോ, ഓഡിറ്റോറിയത്തിൽ പോകണമല്ലോ. അങ്ങനെ ചിന്നുകുട്ടി റെഡിയായി ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ടൈം ആയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങാനുള്ള ടൈം. ഇനിയും എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഒരു 10-15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മീനൂട്ടി അല്ലാതെ തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിന്നുകുട്ടീനെ നമ്മൾ അവിടുത്തെ മേക്കപ്പ് ചെയ്യാൻ വന്ന ആ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ ഒരു ചെറിയൊരു ഷോർട്സ് പോലെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇത് വർക്കിൻ്റെ അത് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും. അടിപൊളിയായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ ജോസൂട്ടൻ മീനൂട്ടിയുടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല അടിപൊളി റോസയിലൊക്കെ കാറ് അങ്ങ് നിറഞ്ഞു നിൽക്കുക. അടിപൊളി അല്ലേ മീനൂട്ടി? അങ്ങനെ നമ്മൾ ആ റോസയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ നമ്മൾ കാറിൻ്റെ അതും എടുത്തിട്ട് നമ്മുടെ ചിന്നിക്കുട്ടിയും ചിഞ്ചിക്കുട്ടിയും എല്ലാവരും നമ്മുടെ ആ കാറിനകത്ത് കയറിയിട്ടുണ്ട്. ഞാനും നമ്മുടെ ബസ്സിൽ കയറി. ഏതാണ്? ഗ്രീൻ ഹണ്ടേഴ്സ് അല്ലേ മീനൂട്ടി വാച്ചി? ഗ്രീൻ ഹണ്ടേഴ്സ് നേരെ കയറി. നമ്മൾ നേരെ മെയിൻ റോഡ് കയറി എങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാണ്? പള്ളിയിലോട്ട്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. പള്ളിയല്ലേ വാച്ചി? 10 മിനിറ്റ്, അവിടെ നിന്ന് 10 മിനിറ്റ് ദൂരം. നമ്മുടെ അമരക്കാരൻ ഇന്നും ഇദ്ദേഹം തന്നെയാണ്. പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ, സുബീന്നോ എന്തോ ആണ്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ താരം ഇറങ്ങി വരണത് കണ്ടോ. താരങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഡ്രസ്സ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ നേരെ വന്നു നോക്കിയപ്പോഴത്തേക്ക് പള്ളിയുടെ മുമ്പ് കിടക്കുന്നു ജാഗ്വാറാണ് നമ്മുടെ ചിന്നിക്കുട്ടിയുടെ വരന് വേണ്ടി ജെറിന് വേണ്ടി റെഡിയായി കിടന്ന കാറ്. അതിനകത്ത് ജെറിനുമുണ്ട്. നമ്മളെ തൊട്ടിപ്പത്ത് നമ്മുടെ ചിന്നിക്കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇനി എന്ന് പറഞ്ഞാൽ ജെറിനും ചിന്നും കൂടെ നമുക്ക് പള്ളിക്കകത്തോട്ട് കയറുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത്. എല്ലാവരും നമ്മുടെ ഫാമിലി, അവരുടെ ഫാമിലി എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് നേരെ നമ്മൾ ഒരുക്കത്തോടു കൂടി പള്ളിക്കകത്തോട്ട് കയറി. പള്ളിക്കകത്തോട്ട് ഒരുപാട് വീഡിയോസ് അലൗഡ് അല്ല കേട്ടോ, എന്നാലും ഞാനൊരു ചെറിയ രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പള്ളിക്കകത്ത് കയറി. അപ്പോഴൊന്നും എല്ലാവരും ഒന്നും പള്ളിക്കകത്ത് കയറിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവർ കയറി പോകുന്നൊരു വീഡിയോ എടുത്തു തന്നതാണ്. പിന്നെ ഇവിടെ വന്നു. ഇനി കാഴ്ചവയ്പ്പിൻ്റെ സമയമാണെന്ന് പറഞ്ഞാൽ അവർ കയറി വരുമ്പോഴത്തേക്കുള്ള തിരിയും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ള അത് പള്ളിക്കകത്തുള്ള ഒരു കാഴ്ചവയ്പ്പിൻ്റെ സമയമായിരുന്നു. 4 അച്ഛന്മാരായിരുന്നു ഇവിടെ ആരാധന ചെയ്യുന്നതിന് വന്നിട്ട്. ഈ 4 അച്ഛന്മാർ നമ്മുടെ ജെറിൻ എന്ന് പറയുന്ന വരൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ് കേട്ടോ, കുട്ടിക്കാലം പങ്കിട്ട ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടുത്തെ വികാരി അച്ഛൻ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ള കളിക്കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ഇത് എല്ലാ ചടങ്ങുകളും ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് കളിക്കൂട്ടുകാരന്മാർക്ക്. അതെന്ന് പറഞ്ഞാൽ ഈ ഫാദർ 4 അച്ഛന്മാരും കൊച്ചച്ഛന്മാരാണ്. ഇന്നാണ് അവർ കറക്റ്റ് ഈ പട്ടം എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിട്ട് ചാർജുകളെല്ലാം ഏറ്റെടുക്കേണ്ട ദിവസം കൂടി ഇന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വേറെ ലെവൽ തന്നെയാണല്ലേ, ഒരു പ്രാധാന്യം. അതെന്താ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൂട്ടുകാരൻ്റെ കല്യാണം, അവർ എല്ലാ ചടങ്ങും കൂട്ടുകാരൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഓരോ ചടങ്ങ് അവർ ചാർജുകൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നു. നമ്മൾ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം തുടങ്ങി. വിവാഹ
ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് വീഡിയോസൊന്നും അലൗഡല്ല, എന്നാലും അത്യാവശ്യം വീഡിയോ മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിവാഹം ഇത് മോതിരവും താരി ഇതെല്ലാം ഇത് വെഞ്ചരിച്ച് അവർ ആശീർവദിച്ചു. അതിനുശേഷം നമ്മളിതാ താരി കെട്ടുകയാണ് കേട്ടോ. താരി കെട്ടുന്ന വീഡിയോ നമ്മളിതാ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇത് കാണിക്കാതെ പോയാൽ തെറ്റാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ താരി കാണിക്കുന്നത്, താരി കെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടെല്ലാം കഴിഞ്ഞ് ആരാധനക്കിടയിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നോക്കി ഞാൻ പിന്നെ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ഒക്കെ ഒരു അളിയനും ഒരു എല്ലാവരും ഫാമിലി മൊത്തത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മളാരും ഫോട്ടോ എടുത്ത വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവരെ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. ഇത്തിരി ദൂരം പോകാണ്ട്, ഓഡിറ്റോറിയം ഇത്തിരി കൂടെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അത് പിന്നെയും ബസ്സിൽ കയറി വേണം പോകാൻ. അപ്പോൾ നേരെ നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മളെ ഹിബാസ് ഓഡിറ്റോറിയത്തിലാണ് പോവേണ്ടത് കേട്ടോ. ഇത്തൂടെ അപ്പുറത്തോട്ട് വണ്ടി കൊണ്ടിട്ടിട്ട് അവിടെ ഒതുക്കിയതിന് ശേഷം നമ്മുടെ ഹിബാസ് ഓഡിറ്റോറിയത്തിലേക്ക് നടന്ന് നമ്മൾ അകത്തോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടൊക്കെയാണല്ലേ വാവച്ചി? അല്ലേ? അതെ, എല്ലാ ടൈപ്പ് വെള്ളം ഉണ്ടായിരുന്നല്ലേ മീനുട്ടി. നമ്മളിതാ അവിടെ നോക്കിയ ജെറിലും ചിന്നും വിവാഹം എല്ലാം കഴിഞ്ഞിട്ട് ജാഗോറിൽ നേരെ അവിടെ വന്നിറങ്ങി ഇതാ അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ. കൊള്ളാം അല്ലേ? അങ്ങനെ അവർ നേരെ ഫംഗ്ഷൻ്റെ അകത്ത് കയറി പോയി. വെള്ളത്തിൻ്റെ എടുത്തല്ലോ, പിന്നെ അത് കാണിച്ചു നമ്മളത് എല്ലാം കാണിച്ചു കൊടുക്കും. നമ്മുടെ ഗെയ്സിനെല്ലാം കാണിച്ചു കൊടുക്കും. എല്ലാത്തിനും നമ്മൾ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ കോഴിക്കോട് പങ്കെടുത്ത കല്യാണമായി കോയാന്ന്. എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. ഊണ്, ബിരിയാണി, മട്ടായി, കുഴിമന്തി, പിന്നെ ചപ്പാത്തി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജ്യൂസ് ഐറ്റംസ്, ഒരുപാട് ജ്യൂസ് ഐറ്റംസ്, ഒരുപാട് ടൈപ്പ് കട്ടൻ ഐറ്റംസ്. കട്ടൻ എന്ന് പറയുമ്പോൾ ലൈം ടീ, ജിഞ്ചർ ടീ, പൈനാപ്പിൾ ടീ, പിന്നെ സുലൈമാനി, പിന്നെ ബോംബെ മിഠായി, ഇങ്ങനെയുള്ളതെല്ലാം നമ്മളതെല്ലാം കഴിച്ച് ഇത് കുറച്ച് എല്ലാത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ കഴിക്കാൻ കയറി. അതെ, പല സമയത്താണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ ഇവിടെ മൊത്തത്തിലൊന്ന് എല്ലാവരെയും വീഡിയോ ഒന്ന് റൗണ്ട് ചെയ്തതാണ് കേട്ടോ, കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ. എപ്പിടി ഇருக்கு നമ്മളവിടെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിനി ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത ഫംഗ്ഷനിലോട്ട് പോവേണ്ടത്. അപ്പം നമ്മൾ നേരെ ഞാൻ ബീഫാണ് കേട്ടോ വാങ്ങിച്ചത്, കുഴിമന്തിയാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മുടെ വാവച്ചി ചിക്കൻ ബിരിയാണിയും മീനുട്ടിയും ചിക്കൻ ബിരിയാണി, ബാക്കിയുള്ള എല്ലാവരും ചിക്കൻ ബിരിയാണിയും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആദ്യം ചെറുക്കൻ്റെ കുടുംബക്കാരുടെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവരെ കൂടെ പഠിച്ച കുട്ടികൾ, അവരെ അനിയത്തിയുടെ കൂടെ പഠിച്ച കുട്ടികളൊക്കെയാണ് കേട്ടോ ഇവിടെ പ്രോഗ്രാം ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാണ് എല്ലാവരും പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഒന്ന് പുറത്തിറങ്ങി ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്ത് കയറി. എന്താണെന്ന് പറയുക, ഒരു പാട്ട് കേട്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അതവിടെ ഒരു കുഞ്ഞിൻ്റെ കുട്ടിയുടെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് നേരെ ആ പാട്ട് അടിപൊളിയൊരു പാട്ട്, അങ്ങനെ ആ പാട്ട് കേൾക്കാൻ വേണ്ടി പിന്നെയും കയറിപ്പോയി കേട്ടോ. കുറച്ച് നേരമൊക്കെ പാട്ടൊക്കെ കേട്ടോണ്ടൊന്ന് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്തതായി ഇത് നോക്കിയേ, ഇതും ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് പ്രോഗ്രാമും കൂടെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ താരങ്ങളുടെ ഡാൻസ് വരുന്നത് അല്ലേ. പെൺവീട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ പെൺവീട്ടുകാരുടെ സ്വാഗതം. നമ്മുടെ ചിന്നിക്കുട്ടിയുടെ അനിയത്തി ചിഞ്ചുവിൻ്റെയും ടീമിൻ്റെയും ഡാൻസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കല്യാണക്കുട്ടിയില്ലേ, ചിന്നിക്കുട്ടിയുടെ ഒരു ഡാൻസും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചിന്നിക്കുട്ടിയും ചിഞ്ചിക്കുട്ടിയും എല്ലാവരും, ചിഞ്ചു എല്ലാവരും അവരെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നാണ് ഇപ്പം നമ്മളിവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും വെറുതെ വിട്ടില്ല അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ചടങ്ങ്, നമ്മൾ സിന്ദൂരം തൊടുന്ന ഒരു ചടങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ എക്സിക്യൂട്ടീവ് ലുക്കിൽ അടിപൊളിയായിട്ടാണ് കല്യാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
സൂപ്പർ കല്യാണം തന്നെ എന്നല്ലേ ബാബു അല്ലേ? നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു കല്യാണമായിരിക്കും. നമ്മുടെ തളിയൻ പറഞ്ഞാൽ ചെറിയ രീതിയിലായിരിക്കും എന്നല്ലേ, ചെറിയൊരു ഫംഗ്ഷൻ എന്നാണ് നമ്മുടെ തളി അറിയിച്ചത്. നമ്മൾ പറഞ്ഞാൽ അത് ആ രീതിക്കാണ് നമ്മളും പോയത്. പക്ഷേ ഇത്രയും വിപുലമായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എന്താ പൂത്തിരിയൊക്കെ കത്തിച്ചാൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.